പ്രഭോ, മഹാമഹിമശ്രീയാളും യദുകുലനാഥനായ ശൂരസേന മഹാരാജൻ, അങ്ങയുടെ പുത്രനായ വസുദേവരാജന് കംസമഹാരാജാവിൻ്റെ ജ്യേഷ്ഠതാതനായ ദേവകരാജപുത്രിയെ പാണിഗ്രഹണം ചെയ്തു തരുന്നതിൽ അങ്ങേക്ക് സന്തോഷമല്ലേയുള്ളൂ മഹാത്മൻ? സന്തോഷം, നമുക്ക് സമ്മതം. ദേവകസഖേ, അങ്ങയുടെ പുത്രി ദേവകി നമ്മുടെ പുത്രന് അനുരൂപ തന്നെ. സർവഗുണസമ്പന്നയായ ആ സ്ത്രീരത്നത്തെ നമ്മുടെ പുത്രന് സമ്മാനിക്കാൻ തീരുമാനിച്ചതിൽ നാം അങ്ങയോട് കടപ്പെട്ടിരിക്കുന്നു. കംസമഹാരാജൻ അങ്ങയുമായി ഈ വിധം ഒരു ബന്ധം സ്ഥാപിക്കാനായതിൽ സൂര്യവംശം ധന്യമായി. പൂജനീയ ശൂരസേന മഹാരാജൻ, ധന്യനായത് ഈ കംസനാണ്. നമ്മുടെ സോദരി സൗമ്യശീലയാണ്. അങ്ങയുടെ പുത്രൻ തന്നെയാണ് അനുരൂപൻ. ആകയാൽ ഈ വിവാഹബന്ധത്താൽ ഭോജകുലവും മധുരാപുരിയും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. ഈ അപൂർവ സൗഭാഗ്യത്തിന് മുന്നിൽ വരദാനങ്ങൾ എത്ര കാഴ്ചവെച്ചാലും മതിയാവില്ലെന്നറിയാം. എങ്കിലും ദേവകീതാതൻ ആചാരപ്രകാരം അതറിയിക്കട്ടെ. എല്ലാം കംസമഹാരാജാവിന്റെ കാരുണ്യം. സ്വർണം കൊണ്ട് അലങ്കരിച്ച ഗജവീരന്മാർ 400, അശ്വങ്ങൾ 1.5 ദശസഹസ്രം, സ്വർണമാല്യാദികൾ ഉടൽ മൂടുവോളം. മഹാശയനായ ശൂരസേന മഹാരാജൻ ഇവകൾ വരദാനമായി സ്വീകരിക്കുവാൻ ഈയുള്ളവന്റെ അപേക്ഷ. എല്ലാം രാജഹിതം പോലെ. ദേവകിയും വസുദേവരും തമ്മിലുള്ള പാണിഗ്രഹണ നിശ്ചയത്താൽ ഇന്ന് ഈ സഭ ധന്യമായി. യദുകുല ശിരോരത്നമായ ശൂരസേന മഹാരാജാവെ ജാതകച്ചാർത്ത് സ്വീകരിച്ചാലും. ദേവകരാജൻ അങ്ങിത് നൽകിയാലും. ആചാരപ്രകാരം പിതാവാണ് ജാതകച്ചാർത്ത് കൈമാറേണ്ടത്. പക്ഷേ പിതൃസ്ഥാനത്ത് നിന്ന് ദേവകീമംഗലം സാധ്യമാക്കുന്നത് കംസമഹാരാജാവല്ലേ? മഹാരാജൻ അങ്ങ് തന്നെ ഇത് ശൂരസേന രാജന് സമർപ്പിച്ചാലും. ആ, മന്ത്രി, ആജ്ഞാപിച്ചാലും പ്രഭു. ഈ മംഗളവിവരം പെരുമ്പറ കൊട്ടി നാട് നീളെ അറിയിക്കുക, ഇന്ന് തന്നെ. കൽപ്പന പോലെ.